തിരുവനന്തപുരം കാട്ടാക്കടയിൽ വാക്ക് തർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. കാട്ടാക്കട എള്ളുവിള സ്വദേശി രാഹുലാണ് മരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട അജികുമാർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വാക്ക് തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പിടിച്ചുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ആണ് ആ ഒരു പയ്യന് കുത്തുകൊണ്ടതായിട്ട് ഷർട്ട് ഊരിയപ്പോഴാണ് അത് വ്യക്തമായിട്ടൊരു ചെറിയൊരു ഹോൾ പോലെ ബ്ലഡ് വന്നുകൊണ്ടിരുന്ന ഒരു പയ്യൻ. അങ്ങനെ ബ്ലഡ് വന്നുകൊണ്ട് നിന്നെങ്കിൽ അവൻ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കി തന്നെ ഇറങ്ങി വീഴ എടുക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ തന്നെയാണ് നിന്നത്. കുറേ നിന്നപ്പോഴാണ് അവന് ബുദ്ധിമുട്ട് തോന്നിയ ഒരു കൂട്ടുകാരൻ്റെ ബൈക്കിൽ കയറി പോകുന്നത്. പക്ഷേ കുത്ത് എവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് വ്യക്തമായി നമ്മളൊന്നും കണ്ടില്ല. ഞാനും വൈഫും ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങി പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ ആ വീഡിയോ ദൃശ്യത്തിൽ ഞങ്ങൾ ഇറങ്ങി പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ എന്താണ് പ്രശ്നമെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് ഈ പെണ്ണ് കേസാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നത്. മരിച്ച പയ്യനറിയാം, പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള പയ്യന് വ്യക്തമായിട്ട് അറിയാവുന്ന പയ്യൻ തന്നെ. പിന്നെ മറ്റേ വേറൊരു പയ്യൻ വന്ന പയ്യനും അതിൻ്റെ കൂടെ വന്ന ആളിനെ അറിയാം. കോട്ടപ്പുറത്തുള്ള ഒരു പയ്യനായിരുന്നു. അവൻ്റെ ശേഷാരൻ എന്തോ ആണെന്ന് തോന്നുന്നു. അവർ അറിയാവുന്ന ആൾക്കാരെയാണ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ടായിരുന്നത്. അല്ല, കുത്തിയായിരുന്നു വ്യക്തമല്ല. കുത്ത് കൊണ്ടത് മാത്രം ഒരു 10:40. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു കാട്ടാക്കടയിൽ നിന്ന്. അരുൺ, ഒരു ദൃക്സാക്ഷിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഒരു വാക്ക് തർക്കത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്ന്. എന്താണ് സംഭവത്തിന്റെ യഥാർത്ഥ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഒരാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. രണ്ടാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ പറയുന്ന രാഹുൽ എന്ന് പറയുന്ന യുവാവിനെ 3 പേർ ചേർന്ന് കുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യം ലഭിക്കുന്ന വിവരം. ഈ കിട്ടുന്ന വിവരം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രാഹുൽ എന്ന് പറയുന്ന യുവാവിന്റെ സുഹൃത്ത് രാഹുലിന്റെ സുഹൃത്തായ ശ്രീജിത്ത് അടുത്തിടെ ഒരു ബൈക്ക് വാങ്ങിയിരുന്നു. ഈ ബൈക്ക് 10,000 രൂപ വിലയിട്ടായിരുന്നു വാങ്ങിയത്. അതിന് 6,000 രൂപ നൽകുകയും ചെയ്തു. ബാക്കി 4,000 രൂപയ്ക്ക് വേണ്ടി ഇടപാടുകാർ നിരന്തരം വിളിച്ചെങ്കിലും ഇയാൾ ഫോൺ എടുത്തില്ല എന്നാണ് മനസ്സിലാക്കിയത്. തുടർന്ന് ഈ പറയുന്ന ആൾ ഒരു ദിവസം എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി ഫോൺ എടുക്കുകയും ഫോണിലൂടെ അസത്യവർഷം പറയുകയായിരുന്നു എന്ന് പറയുന്നു. തുടർന്ന് ഈ വിവരം മരിച്ച രാഹുലിനോട് പറയുന്നു. രാഹുൽ ഈ സംഘത്തോട് ചോദിച്ചതോടുകൂടിയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാവുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി കാട്ടാക്കട കിള്ളിയിലെത്തിയ സംഘത്തെ ഇദ്ദേഹം തടയുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഈ സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കമ്പി കൊണ്ട് കുത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് താക്കോൽ കൂട്ടമാണെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കിള്ളി സ്വദേശികളായ 3 പേരെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നറിയുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു. ഒപ്പം സംഭവം നടന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നു. കാരണം ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് ഇതിന്റെ ആക്രമണത്തിന്റെ പിന്നിൽ എന്തായിരുന്നു, ഇവർ തമ്മിൽ നേരത്തെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ വിശദമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരുടെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു സ്ത്രീ വിഷയമാണ്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അക്രമത്തിലേക്കും കൊലപാതകത്തിലേക്കും വഴിമാറിയതെന്നാണല്ലോ നേരത്തെ ആ ദൃക്സാക്ഷി പറയുന്നത്. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടതിന് വ്യക്തത വരുത്തുന്നുണ്ടോ? അത് തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. സ്ത്രീ വിഷയം എന്ന് ഉദ്ദേശിച്ചത് ഈ പറയുന്ന മരിച്ച രാഹുലിന്റെ സുഹൃത്താണ് ശ്രീജിത്ത്. ശ്രീജിത്തിന്റെ സഹോദരിയുടെ ഫോണിൽ വിളിച്ച് ശ്രീജിത്തിനെ കിട്ടാത്തതുകൊണ്ട് സഹോദരി ഫോൺ എടുത്തപ്പോൾ അസഭ്യം പറഞ്ഞതാണ് ഈ വിഷയത്തിന് തുടക്കം. അത് ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 1 മണിക്കൂറിനകത്ത് ഈ പറയുന്ന കുറച്ച് DSP എത്തി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരുമെന്നാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. അരുൺ മോഹനാണ് കാട്ടാക്കടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടാണ്, സഹോദരിയോട് മോശമായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കമാണ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പോലീസ് ഒരു പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. മറ്റു പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.